ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മിക്സ് ഷെയ്ഡ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയമാണ് മൈ ലാസ്റ്റ് ഡച്ചസ്, റിട്ടൺ ബൈ റോബർട്ട് ബ്രൗണിങ്. ആദ്യം നമുക്ക് പോയിറ്റിനെ കുറിച്ച് നോക്കാം. റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ പീരീഡ് 1812 ടു 1889 വരെയാണ്. ഹി വാസ് എ ഫേമസ് ഇംഗ്ലീഷ് വിക്ടോറിയൻ പോയറ്റ്. ഹി ഈസ് നോൺ ഫോർ ഡ്രാമാറ്റിക് മോണോലോഗ്. അദ്ദേഹത്തിൻ്റെ പോയത്തിൽ ഹ്യൂമൻ സൈക്കോളജി, പവർ, പ്രൈഡ്, ജലസി ആൻഡ് മോറൽ കോൺഫ്ലിക്റ്റ് ഇവയൊക്കെ കുറിച്ചാണ് പറയുന്നത്. റോബർട്ട് ബ്രൗണിങ് തൻ്റെ വർക്ക്സിൽ ഡയറക്റ്റായിട്ട് ഇമോഷൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് പകരം ക്യാരക്ടേഴ്സിൻ്റെ സ്പീച്ചിലൂടെയും സിറ്റുവേഷനിലൂടെയുമാണ് ബ്രൗണിങ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയംസാണ് മൈ ലാസ്റ്റ് ഡച്ചസ്, ആൻഡ്രിയ ഡെസാറ്റോ ആൻഡ് പോർഫിയസ് ലവർ. ഈ പോയം ഒരു ഡ്രാമാറ്റിക് മോണോലോഗാണ്. ഡ്രാമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പീക്കർ ഒരു സൈലൻറ്റ് ലിസണറിനോട് സംസാരിക്കുന്ന രീതിയിലുള്ള പോയംസാണ്. ഇതിൽ സ്പീക്കറിൻ്റെ വേർഡ്സിലൂടെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സും തോട്ട്സും അതേപോലെയുള്ള ഹിഡൻ മോട്ടീവ്സൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. ഈ പോയമിലെ സ്പീക്കർ ഡ്യൂക്ക് ഫെററയാണ്. അദ്ദേഹം ഒരു റിച്ച് ആൻഡ് പവർഫുൾ നോബിൾമാനാണ്. അദ്ദേഹം ഒരു വിസിറ്ററിനോട് സംസാരിക്കുന്നതാണ് ഈ പോയം. ആ വിസിറ്റർ വന്നത് ഡ്യൂക്കിൻ്റെ നെക്സ്റ്റ് മാരേജിനെ കുറിച്ച് സംസാരിക്കാനാണ്. അങ്ങനെ അവർ പാലസിലൂടെ നടക്കുമ്പോൾ ഡ്യൂക്കിൻ്റെ ലാസ്റ്റ് ഡച്ചസിൻ്റെ പോർട്രേറ്റ് കാണിക്കുകയാണ്. എന്നിട്ട് ഡ്യൂക്ക് പറയുന്ന കാര്യങ്ങളാണ് പോയം. ഇത് നമുക്ക് ഫസ്റ്റ് ഒരു കാം പോയം പോലെ തോന്നും, ബട്ട് സ്ലോലി ഇതൊരു ഡാർക്ക്, ജലസി ആൻഡ് ക്രൂവൽ പോയമായിട്ടാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻസ് നോക്കാം. ഇൻ ദ ഫസ്റ്റ് 4 ലൈൻസ് ഡ്യൂക്ക് പറയുകയാണ്, ഇത് എൻ്റെ വൈഫിൻ്റെ പെയിൻറ്റിംഗ് ആണ്. ഈ വിസിറ്ററിന് ഒരു പോർട്രേറ്റ് കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഇത് എൻ്റെ വൈഫിൻ്റെ പെയിൻറ്റിംഗ് ആണ്. അതായത് ഈ ഡ്യൂക്കിൻ്റെ ലാസ്റ്റ് ഡച്ചസിൻ്റെ പെയിൻറ്റിംഗ് ആണ്. പോർട്രേറ്റ് കാണുമ്പോൾ ഷീ ലുക്സ് അലൈവ് എന്ന് പറയുകയാണ്. ഇവിടെ സ്പീക്കർ വൈഫിനെ അല്ല പ്രൈസ് ചെയ്യുന്നത്, പകരം ആ പോർട്രേറ്റിനെയാണ്. അതിൻ്റെ കൂടെ തന്നെ പെയിൻറ്ററായ ഫ്രാ പാൻഡോൾഫിനെയും പ്രൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൈകൾ ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ പോർട്രേറ്റ് ഇത്ര ഭംഗിയിൽ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്ത ലൈൻസിൽ വിസിറ്ററിനോട് അവിടെ ഇരുന്നിട്ട് ആ പെയിൻറ്റിങ് നോക്കാൻ പറയുന്നു. ഡച്ചസിൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഒരുപാട് വിസിറ്റേഴ്സ് ക്യൂരിയസ് ആയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതോടൊപ്പം ഡ്യൂക്കാണ് പെയിൻറ്റിങ്ങിൻ്റെ കർട്ടൻ കൺട്രോൾ ചെയ്യുന്നത്. ഈവൻ ആഫ്റ്റർ ഡെത്ത് ഓൾസോ ഹീ ഈസ് കൺട്രോളിങ്. ഇറ്റ് സിംബോളൈസസ് ഹിസ് നീഡ് ഫോർ കൺട്രോൾ. അതിൻ്റെ ശേഷം ഡ്യൂക്ക് പറയാണ്, ഡച്ചസിൻ്റെ സ്മൈല് ഡ്യൂക്കിന് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരുടെ കോംപ്ലിമെൻറ്റ്സിന് കൂടിയാണ് എന്ന്. അതുപോലെ പെയിൻറ്ററായ ഫ്രാ പാൻഡോൾഫിൻ്റെ കമൻറ്റ്സ് കാരണമായിരിക്കും ഡച്ചസ് ഇങ്ങനെ ബ്ലഷ് ആയിരിക്കുന്നത് എന്നും പറയാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഡച്ചസ് വാസ് ഇന്നസെൻറ്റ് ആൻഡ് വാം, ബട്ട് ഡ്യൂക്കിൻ്റെ ഇതിലുള്ള കാഴ്ചപ്പാടാണ് തെറ്റ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഈ ലൈൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡച്ചസിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഡച്ചസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസിലി ഹാപ്പി ആവുന്ന, അതുപോലെ തന്നെ വേഗം പ്ലീസ്ഡ് ആവുന്ന, എല്ലാവരുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഡച്ചസിൻ്റെത്. ഡച്ചസ് അവളുടെ ലൈഫ് എൻജോയ് ചെയ്താണ് ജീവിച്ചിരുന്നത്. പക്ഷേ ഡ്യൂക്കിന് അങ്ങനെ ആയിരുന്നില്ല വേണ്ടത്. ഡ്യൂക്ക് വാണ്ടഡ് ഹെർ ഹാപ്പിനെസ് ഓൺലി ഫോർ ഹിം. അദ്ദേഹത്തിന് വേണ്ടി മാത്രം സന്തോഷിക്കുന്ന, അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഹാപ്പി ആവുന്ന ഒരു ഡച്ചസ് ആയിട്ട് വേണമായിരുന്നു ഡ്യൂക്കിന് വേണ്ടത്. ഈ ലൈൻസിൽ ഡ്യൂക്ക് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഡച്ചസിന് എല്ലാ കാര്യങ്ങൾക്കും ഈക്വൽ വാല്യൂ ആണ് ഉണ്ടായിരുന്നത് എന്നാണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. ഒരു എക്സ്പെൻസീവ് ഗിഫ്റ്റിനാണെങ്കിലും ഹിസ് നോബിൾ ഫാമിലി നെയിമിനാണെങ്കിലും ഒരു സൺസെറ്റിനും ബഞ്ച് ഓഫ് ചെറീസിനും ഒക്കെ കൊടുക്കുന്ന സെയിം ഈക്വൽ വാല്യൂ ആണ് ഡച്ചസ് കൊടുത്തിട്ടുള്ളത് എന്ന് ഡ്യൂക്ക് പറയുകയാണ്. അതേപോലെ അവരുടെ ഏൻഷ്യൻ ഫാമിലി നെയിം പ്രൈസ്ലെസ് ആണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫാമിലി നെയിം ഡിസേർവ്സ് മോർ റെസ്പെക്റ്റ് എന്നും പറയാണ്. ബട്ട് ഡച്ചസ് അതിനെയും മറ്റെല്ലാ സന്തോഷങ്ങളെയും ട്രീറ്റ് ചെയ്യുന്ന മാതിരി തന്നെയാണ് അതിലും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നത്, അതിനെയും ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഡ്യൂക്കിൻ്റെ ഈഗോനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമായിരുന്നു. ഈ ലൈൻസിൽ ഡച്ചസ് വളരെ പൊലൈറ്റ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അപ്പോൾ ഡ്യൂക്ക് വിചാരിക്കുകയാണ് ഡച്ചസ് ഡ്യൂക്കിന് ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന്. ഇത് ഡ്യൂക്കിൻ്റെ പ്രൈഡിനെയും അരോഗൻസിനെയും ഒക്കെയാണ് കാണിക്കുന്നത്. പിന്നെ പറയാണ്, ഡ്യൂക്ക് അവളോട് അവളുടെ ഈ ബിഹേവിയർ മാറ്റാൻ വേണ്ടി പറഞ്ഞിരുന്നു, പക്ഷെ അവളത് റെഫ്യൂസ് ചെയ്തു. എന്നിട്ട് ഡ്യൂക്കിനോട് അദ്ദേഹത്തിൻ്റെ പ്രൈഡ് കുറയ്ക്കാൻ പറയുകയും ചെയ്തു. ഇവിടെ ഡ്യൂക്കിൻ്റെ അരഗൻസും ഈഗോയും നമുക്ക് കാണാൻ സാധിക്കും. ഈ വരിയിൽ ഡച്ചസ് ഡ്യൂക്കിനോട് സ്മൈൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ഡച്ചസ് എല്ലാവരോടും സ്മൈൽ ചെയ്യുന്നുണ്ട്, ഡ്യൂക്കിനോട് മാത്രമല്ല എന്നും പറയാണ്. ഇത് ഡ്യൂക്കിൻ്റെ ജലസിയും ആങ്കറും കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ഡ്യൂക്ക് ആ സ്മൈൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുകയാണ്. ഈ ലൈൻസ് ഭയങ്കര ചില്ലിങ് ആണ്. ബട്ട് ഈ ലൈൻസിൽ ഡ്യൂക്ക് ഡച്ചസിൻ്റെ ഡെത്ത് ഓർഡർ ചെയ്യാണ്. ഈ നേരത്തെ പറഞ്ഞല്ലോ സ്മൈൽ സ്റ്റോപ്പ് ചെയ്യണമെന്ന്, അങ്ങനെ സ്മൈൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്യൂക്ക് ഡച്ചസിൻ്റെ ഡെത്ത് ഓർഡർ ചെയ്യാണ്. ഡ്യൂക്ക് ഇത് വളരെ കാഷ്വൽ ആയിട്ടാണ് പറയുന്നത്.
ഇതിൽ നമുക്കിപ്പോൾ ഡ്യൂക്കിൻ്റെ ക്രുവൽറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഡച്ചസ് പെയിൻറ്റിങ്ങിൽ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഡ്യൂക്ക് കിൽഡ് ദി ഡച്ചസ്. ഈ ലൈനിൽ ഡ്യൂക്ക് വീണ്ടും പോർട്രേറ്റിനെ പോയിൻ്റ് ചെയ്തിട്ട് പറയാണ് ഷീ ഈസ് ലൈക്ക് അലൈവ് എന്ന് പറയാണ്. അതിൻ്റെ ശേഷം ഡ്യൂക്ക് ഭയങ്കര കാമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഗസ്റ്റിനോടും താഴേക്ക് പോകാൻ വേണ്ടി പറയാണ്. ഇതിൽ ഡ്യൂക്കിൻ്റെ കോൾഡ് ആൻഡ് ഹേറ്റ്ലെസ് നേച്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അയാൾക്ക് മർഡർ എന്ന് പറയുന്നത് ഒരു നോർമൽ തിങ് ആയിട്ട് മാറി. അതിൻ്റെ ശേഷം ഡ്യൂക്ക് അടുത്ത മാരേജിൻ്റെ ഡൗറിയെക്കുറിച്ചും മാരേജിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ലൈൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഡ്യൂക്കിന് മാരേജ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഡീലാണ്, അല്ലാതെ ഒരു റിലേഷൻഷിപ്പ് അല്ല. അതുപോലെ തന്നെ വുമൻസ് എന്ന് പറയുന്നത് റീപ്ലേസബിൾ ആണ് എന്നും ആണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ഈ പോയമിൻ്റെ ലാസ്റ്റ് ലൈൻസ്. ഈ ലൈൻസിൽ ഡ്യൂക്ക് ഒരു സീ ഹോഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന നെപ്റ്റ്യൂണിൻ്റെ സ്റ്റാച്യുവിനോട് ഡ്യൂക്കിനെ തന്നെ കമ്പയർ ചെയ്യുകയാണ്. ഇതിൽ ഡ്യൂക്കിന് വേണ്ട പവർ ആൻഡ് ഡൊമിനൻസ് ആണ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ഡ്യൂക്കിന് എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിനെയാണ് ഇതിൽ സിമ്പിൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൺട്രോൾ ചെയ്ത പോലെ തന്നെ വീക്കായിട്ടുള്ള ആളുകളെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ പവറിനെ കൂടി സൂചിപ്പിക്കുകയാണ് ഈ നെപ്റ്റ്യൂണിലൂടെ. അതോടെ ഈ പോയം തീർന്നു. ഇനി ഈ പോയമിൻ്റെ തീംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ആൻഡ് കൺട്രോൾ, ജലസി, മെയിൽ ഡൊമിനൻസ്, പ്രൈഡ് ആൻഡ് ഈഗോ, അപ്പിയറൻസ് വേഴ്സസ് റിയാലിറ്റി, ദ ഡ്യൂക്ക് സൗണ്ട്സ് പൊളൈറ്റ് ബട്ട് ഇൻസൈഡ് ഹീസ് ക്രൂവൽ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് തീംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ പോയം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.